ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഫീനിക്സ് ഓൺ വീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ്, അല്ലെ? വേസ്റ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ്, അതേപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ വേസ്റ്റുകൾ, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീടുകളിൽ അകത്ത് വെച്ചാൽ ഈച്ച, അതേപോലെ തന്നെ പ്രാണികളെല്ലാം കയറുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പുറത്തിറങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ. അപ്പോ ഇതെല്ലാം എങ്ങനെ പരിഹരിക്കാം എന്നൊരു കാര്യത്തിന് ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോ അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടാലോ? എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇത് നിങ്ങൾ പലരിലും ആൾക്കാരും വീടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷെ ഉപയോഗിച്ചിട്ട് സക്സസ് ആകാതെ നിർത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇത് കറക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് വേസ്റ്റ് നിർമ്മാർജ്ജനം മാത്രമല്ല ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 40 ദിവസം കഴിഞ്ഞ് നമുക്കത് ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു വളമായിട്ട്, അതായത് ചെടികൾക്കും പച്ചക്കറികൾക്കെല്ലാം നല്ലൊരു വളമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങളിത് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വേസ്റ്റിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് ഓൺലൈനിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്തിട്ട് നമ്മളിത് വരുത്തിച്ചത് ചെയ്തതാണ്. അപ്പൊ അത് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമന്റ് ചെയ്ത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതേപോലെ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇനോക്കുലം എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു 10 ലിറ്ററിന്റെ ബക്കറ്റ് എടുക്കുക. അതിനകത്തേക്ക് ഇത് ഇറക്കി വെച്ചതിന് ശേഷം ആദ്യം ഒരു ലിറ്റർ വെള്ളം, കറക്റ്റ് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു വെക്കുക. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 1 ലിറ്ററും കൂടി ഒഴിക്കുക. അപ്പോൾ ഇത് ശരിക്കും നല്ല, എന്താ പറയാ, പൊടി പോലെ അതായത് വീർത്ത് വരും. നന്നായി വീർത്തിട്ട് ഇത് പൊടി പോലെ ആയിട്ട് വരും. ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്ന രീതി നമ്മൾ കാണിച്ചു തരാം. ഹലോ ഗേസ്, നമ്മളൊരു വേസ്റ്റ് ബിന്ന് നമ്മൾ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ആദ്യമേ തറയിൽ വെക്കണ ആ ബേസ് നമ്മൾ വെച്ച് കഴിഞ്ഞു. അതിൻ്റെ മേളിൽ നമ്മൾ ഇതുപോലത്തെ പാത്രം പ്രസ് ചെയ്ത് അങ്ങോട്ട് വെക്കാൻ പോവാണ്. പ്രസ് ചെയ്ത് വെക്കുക. അടുത്തത് അതിൻ്റെ മേളത്തെ കവർ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത പാത്രം വെക്കുക. അങ്ങനെ 3 പാത്രമുണ്ട്. ഇത് സെറ്റാണ്. ഇനി വെക്കുക. ഇത് ലാസ്റ്റ് ബക്കറ്റാണ്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിന്റെ മേളില് നമ്മൾ ഇങ്ങനെയാണ് അടപ്പും കൂടി ഉണ്ടാവും. ഇത് നമ്മളിത് അടുക്കളയിലോ വർക്ക് ഏരിയയിലോ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്കിത് കമ്പോസ്റ്റ് ആയിട്ട് നമ്മുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പുഴുവോ അല്ലെ അങ്ങനെയുള്ള മണമോ യാതൊന്നും ഉണ്ടാവില്ല. ഇത് എല്ലാവരും പറയണ ഇതിന് മണം ഉണ്ടാകുന്നു, പുഴുവുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെങ്കില് അത് ഈ നമ്മളിതിനകത്ത് ഇടുന്നത് ചകിരിച്ചോറ്. ഇതാണ് ഇനുക്കുലം എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്ത് പൊടിച്ചെടുത്ത സാധനമാണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് 1 ഇഞ്ച് കനത്തിൽ ഇടണം, നിരത്തി ഇടണം. 1 ഇഞ്ചിൽ ഇച്ചിരി കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും വരാൻ പോണില്ല. എന്നിട്ട് നമ്മൾ അടുത്തത് വെക്കുക. 1 ഇഞ്ച് കനം എന്ന് പറയുന്നത് നമ്മുടെ ഈ പടി വരെ, മനസ്സിലായോ? അത് 1 ഇഞ്ച് കനമാണ്. നമ്മൾ അതിൽ നിറച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഏറ്റവും മേളിൽ നമ്മളിതിന്റെ മേള് വരെ ഇനിക്കുലം നിറച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇനിക്കുലം നമ്മൾ ഇട്ടേക്കുന്നത്. ഇതേപോലെ നിരത്തി 1 ഇഞ്ച് കനത്തിലിടണം. ഇപ്പോൾ ഒന്നിനകത്ത് അടിയിലിട്ടിട്ടുണ്ട്.
അടുത്തതിൽ നമ്മൾ കണ്ടോ, അടുത്തതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ബിന്നിൽ നമ്മൾ ഇതിട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നിറച്ച് വെക്കണം. എന്ന് വെച്ചാൽ ഏറ്റവും മേളത്തേതിലാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത്. നമ്മളിപ്പോൾ അതിനകത്ത് കുറേ വേസ്റ്റുകളെല്ലാം ഇടാൻ പോവുകയാണ്. അതൊന്നും കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ മേളിൽ കവിഞ്ഞ് നിക്കലം കിടന്നാൽ മതി. ഗട്ടിയുണ്ട്. ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം നന്നായിട്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും ഇനോക്കുലം വാരി ഇട്ട് കൊടുക്കണം. ആ വേസ്റ്റ് മൂടിക്കിടക്കണം, അതുപോലെ ഇനോക്കുലം വാരി ഇടണം. ഒന്നും കാണരുത്, വേസ്റ്റ് ഒന്നും കാണരുത്. അതുപോലെ എന്തോ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഇതിൻ്റെ കവർ വെച്ച് മൂടാൻ പോവാണ്. ഇല്ല, ഇതിപ്പം അധികം സ്പേസ് ഒന്നുമില്ല, ചെറിയ സ്പേസിനകത്ത് ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാനിപ്പം വെച്ചിരിക്കുന്നത് വർക്ക് ഏരിയയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇത്ര സ്പേസിനിടയിൽ ഇരുന്നോളും. ഇനി അടുത്തത് ഇതേപോലെ തന്നെ വേസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് അതിൻ്റെ മൂടെ ഇനോക്കുലം ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റ് ആക്കിയതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ വേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ 40 ദിവസം കഴിഞ്ഞിട്ട് എടുത്തേക്കണതാണ് ഇത്. ഇത് നമുക്ക് വളമായിട്ടൊക്കെ ഉപയോഗിക്കാം. വളമായിട്ട്, അതായത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം, അതേപോലെ പച്ചക്കറികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അത് നമുക്ക് ഭയങ്കര എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ടൊരു കാരണം, ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഒരു മണമോ അങ്ങനെയുള്ള ഒന്നുമില്ല. അതാണ്ട് കൈ ഇട്ട് തന്നെയാണ്, ചേട്ടായി കൈ ഇട്ട് തന്നെയാണ് അത് എടുക്കണം. വളം ആയതിനു ശേഷമാണ് കേട്ടോ. നമ്മള് ഇനോക്കുലം ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനോക്കുലം നമുക്ക് അഥവാ കുറച്ച് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ നമ്മുടെ വേസ്റ്റ് ഇട്ടിട്ട് ഇനോക്കുലത്തിന് പകരം ഇത് തന്നെ ഉപയോഗിക്കാനും പറ്റും. അതൊരു 1-2 പ്രാവശ്യം നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് സക്സസ് ആയി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് അത് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അതിനകത്ത് എല്ലാ ഡീറ്റെയിലും ഞങ്ങൾ പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിലും അവരതെല്ലാം അതിനകത്തൊരു നോട്ടീസ് ഉണ്ട്. അതിനകത്ത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്താണെന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതേപോലെ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. എന്നാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.